എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ നെക്സ്റ്റ് പാർട്ടാണ്. നമുക്കറിയാം ഈ +1 ടെക്സ്റ്റ് ബുക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസിൽ കൂടെ മാത്രമേ ഈ ഭൂപ്രകൃതി തന്നെ തീർക്കാൻ പറ്റുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നദികളുണ്ട്, അതിനുശേഷം കാലാവസ്ഥയുണ്ട്. ഇതെല്ലാം നമുക്ക് സിലബസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആയതുകൊണ്ട് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് +1 ടെക്സ്റ്റ് ബുക്ക്. തുടങ്ങുന്നു. ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും അതിരിടുന്ന ഡാർജിലിംഗ് ഹിമാലയം താരതമ്യേന വിസ്തൃതി കുറഞ്ഞതാണെങ്കിലും ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർജിലിംഗ് സിക്കിം ഹിമാലയം പോട്ടെ, ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം കിടക്കുന്നതെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം, ഇവിടെ ഡാർജിലിംഗ് ആണെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആയിരിക്കും. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്തുണ്ട്? നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവുമാണ് അതിൻ്റെ അതിര് എന്ന് പറയുന്നത്. ഇവിടുത്തെ വിസ്തൃതി എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞതാണെങ്കിലും ഇതൊരു ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്തിൽ കാഞ്ചൻജംഗ പോലെയുള്ള ഉയരമേറിയ കൊടുമുടികളും ആഴമേറിയ താഴ്വരകൾ അഥവാ ഡൂണുകളും ഉണ്ട്. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാണെങ്കിലും ഈ പ്രദേശത്ത് ഒരുപാട് വലിപ്പമുള്ള കാഞ്ചൻജംഗ അറിയാമല്ലോ, കാഞ്ചൻജംഗ പോലുള്ള ഉയരമുള്ള കൊടുമുടികളും ഒരുപാട് ഡൂണുകളുമുള്ള ഒരു പ്രദേശമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അപ്പോൾ കാഞ്ചൻജംഗ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഈ പ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ പേരാണ് ലെപ്ച. ലെപ്ച എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ ഉയർന്ന പ്രദേശങ്ങൾ നോക്കി വെച്ചേക്കാം. എന്നാൽ ഇതിന്റെ തെക്കു ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഡാർജിലിംഗ് ഹിമാലയത്തിൽ താമസിക്കുന്നത് നേപ്പാളികളും ബംഗാളികളും മധ്യ ഇന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാർ തുടങ്ങിയ ആൾക്കാരാണ്. അതിൻ്റെ എല്ലാം കൂടെ സമ്മിശ്രമായ ജനസംഖ്യയാണ് ഇവിടുത്തെ ഡാർജിലിംഗ് ഹിമാലയത്തിൽ താമസിക്കുന്നത്. ഇവിടുത്തെ ഭൗതിക പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിതമായ ചരിവ്, വലിയ ചരിവല്ല, മിതമായ ചരിവ്, നല്ല ജൈവാംശമുള്ള മണ്ണിന്റെ ആവരണം, അതുപോലെ ശീതകാലം വളരെ മൃദുവാണ്, വർഷം മുഴുവൻ കൃത്യമായ മഴ ലഭ്യത ഉള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഡാർജിലിംഗ് സിക്കിം ഹിമാലയം എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. ഹിമാലയത്തിനെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെയും അരുണാചൽ ഹിമാലയത്തിന്റെയും ശ്രദ്ധേയമായ പ്രത്യേകത ഇവിടെ ശിവാലിക് സ്ഥലത്തിന്റെ അഭാവമാണ് ഉള്ളത്. അപ്പൊ എന്താണ് ഒരു ശിവാലിക് സ്ഥലം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു ഡെറാഡൂണിനടുത്ത് സിലാവാല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമ സ്ഥലങ്ങളിൽ നിന്നാണ് ശിവാലിക് എന്ന പദം രൂപപ്പെട്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലും അതുപോലെ അരുണാചൽ ഹിമാലയത്തിലും എന്തില്ല? ശിവാലിക് സ്ഥലം പ്രസന്റ് അല്ല. ഇനി ബാക്കി നോക്കാം. ഇവയും തേയില തോട്ടങ്ങൾ സ്ഥാപിക്കാനായി പ്രയോജനപ്പെടുത്തി. അപ്പം ഇവിടെ ശിവാലിക് സ്ഥലത്തിന്റെ അഭാവങ്ങളുണ്ട്, അവിടെയും തേയിലത്തോട്ടങ്ങൾ എന്തുണ്ട്? സ്ഥാപിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു. ആര്? നമ്മുടെ ബ്രിട്ടീഷുകാര്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? സമ്പുഷ്ടമായ സസ്യജാലങ്ങൾക്കും പ്രത്യേകിച്ച് വിവിധതരം ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമാണ്. അപ്പൊ ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം സിക്കിം ഡാർജിലിംഗ് ഹിമാലയ പ്രദേശമാണ്, അതും ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അരുണാചൽ ഹിമാലയം. ഈ ഒരു പോർഷൻ ആണല്ലോ അരുണാചൽ ഹിമാലയം എന്ന് പറയുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അരുണാചൽ ഹിമാലയം ഇത് മൊത്തത്തിലില്ല, ഇതിന്റെ പകുതി പോർഷൻ, അതായത് അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന ഒരു പോർഷനാണ് അരുണാചൽ ഹിമാലയം. നോക്കാം. ഇപ്പൊ ഭൂട്ടാൻ ഹിമാലയത്തിനും കിഴക്ക് മുതൽ കിഴക്ക് ദിംഫും ചുരം വരെയും വ്യാപിച്ചു കിടക്കുന്നു. ആദ്യത്തെ പോയിന്റ് അതാണ്. ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിംഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അരുണാചൽ ഹിമാലയം. പർവ്വതനിര പൊതുവെ തെക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് ദിശയിലാണ് ഇത് കാണപ്പെടുന്നത്. കങ്തു, നംചബർവ എന്നിവയാണ് പ്രധാന കൊടുമുടികൾ. അവിടെ കാണപ്പെടുന്ന കൊടുമുടികൾ ഏതൊക്കെയാ? കങ്തു, നംചബർവ എന്ന് പറയുന്ന കൊടുമുടികളൊക്കെ കാണപ്പെടുന്നത്. നംചബർവ എന്ന് പറയുന്ന കൊടുമുടി ദാണ്ട് ഇവിടെ കണ്ട. അതുമല്ല, ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാലയത്തിലെ അരുണാചൽ ഹിമാലയത്തിലാണ്. വടക്കു നിന്നും തെക്കോട്ട് ഇവയെ മുറിച്ചുകൊണ്ടൊഴുകുന്ന വേഗതയേറിയ നദികൾ ഇവയ്ക്ക് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചു. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നും ഒഴുകുന്ന നദി പ്രധാനമായിട്ടും ഏത് നദിയാണ്? ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ
പോഷക നദികളുമാണ് ഈ ഒരു മേഖലയിലൂടെ ഒഴുകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ബ്രഹ്മപുത്ര നദി നംജബർവ പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരത്തിലൂടെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു. കമാങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലോഹിത് എന്നിവയാണ് അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നദികൾ. അതൊക്കെ ആരുടെ പോഷക നദികളാണോ? അതെല്ലാം എന്തിന്റെ പോഷക നദികളാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. അപ്പൊ ഏതൊക്കെ നദികളാണ് അരുണാചൽ പ്രദേശിലൂടെ അല്ലെങ്കിൽ അരുണാചൽ ഹിമാലയത്തിലൂടെ ഒഴുകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുണ്ട്. കമാങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് എന്നിവയെല്ലാം ഒഴുകുന്നത് അരുണാചൽ ഹിമാലയത്തിലൂടെയാണ്. ബാക്കി നോക്കിക്കോളൂ. ഇവ ഉയർന്ന ജലതാപന തോതുള്ള വറ്റാത്ത നദികളാണ്. അതിനാൽ ഇവ ഉയർന്ന ജലവൈദ്യുത ഊർജ്ജശേഷിയുള്ളവയാണ്. അരുണാചൽ ഹിമാലയ പ്രദേശത്ത് ധാരാളം തനത് ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്നു. മോൺപ, ഡഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ എന്നിവരാണ് പ്രധാന ഗോത്ര സമൂഹങ്ങൾ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. UPSCക്കൊക്കെ ഈ മിഷ്മിയെ പറ്റിയിട്ടും നാഗന്മാരെ പറ്റിയിട്ടും നിഷിയെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ മോൺപ, ഡഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ എന്നിവ ഇവിടെ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളാണ്. മിക്ക ഗോത്ര സമൂഹങ്ങളും ജുമിങ് കൃഷി പിന്തുടരുന്നു. ജുമിങ് എന്ന് പറയുന്ന കൃഷിയെ പറ്റിയിട്ടും ചോദിച്ച് കാണാറുണ്ട്. മിക്ക ഗോത്ര സമൂഹങ്ങളും പിന്തുടരുന്ന കൃഷിയെ വിളിക്കുന്ന പേരാണ് ജുമിങ് കൃഷി രീതി. ഇത് സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചൂട്ട് കൃഷിയുടെ വകഭേദമാണ്. എന്തിൻ്റെയാണ്? സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി. വെട്ടിച്ചുട്ട് കൃഷിയുടെ ഒരു വകഭേദമാണ് ജൂമിങ് എന്ന് പറയുന്നത്. തദ്ദേശീയ സമൂഹം സംരക്ഷിച്ചു വരുന്ന ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പ്രദേശം. അപ്പോൾ ജൂമിങ് കൃഷി ഫോളോ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള മിഷ്മി, ഡഫ്ല, മോൺബ, നിഷി, നാഗന്മാർ തുടങ്ങിയവരാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഈ വെട്ടിച്ചുട്ട് കൃഷി അഥവാ ജൂമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാന്തര കൃഷി എന്നാണ് മറ്റൊരു പേര്. ഈ നിൽക്കുന്ന സാധനങ്ങളെ കത്തിച്ചിട്ട് ആ ഒരു ചാരത്തിന്റെ ആ ഒരു ഫലഭൂഷ്ഠത മണ്ണിന് കിട്ടിയിട്ട് അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കൃഷി രീതിയാണ് ജൂമിങ് കൃഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ദുർഘടമായ ഭൂപ്രകൃതി മൂലം താഴ്വരകൾ തമ്മിലുള്ള ഗതാഗത ബന്ധങ്ങൾ കാണാമോ നാമമാത്രമാണ്. അതിനാൽ അരുണാചൽ ആസാം അതിർത്തിയിലുള്ള ദ്വാർ മേഖലയിലൂടെയാണ് ആശയവിനിമയം കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഗതാഗതത്തിന് നല്ല സവിശേഷത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയം ഈ ഒരു സ്ഥലത്തു നിന്നുള്ളത് അരുണാചൽ ആസാം അതിർത്തിയിലുള്ള ദ്വാർ മേഖലയിലൂടെ മാത്രമാണ്. അപ്പോൾ അത്രയും കഴിയുന്നതോടുകൂടി നമ്മുടെ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട പോർഷൻസ് ഇവിടെ തീരുകയാണ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ് ഏതൊക്കെ സെക്ഷൻസ് ആണ്? കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പോർഷൻ എന്താണ്? കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളുമാണ് അല്ലെ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ അരുണാചൽ പ്രദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് കിഴക്കൻ പ്രദേശങ്ങളാണ്. അവിടെ നിറച്ച് കുന്നുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അവിടെ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്ഥിരമായിട്ട് നദികളെ പറ്റിയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു മേഖലയാണിത്. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും നോക്കുക. ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമായി ഇവയുടെ പൊതുവായ ക്രമീകരണം വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ്. ഈ കുന്നുകൾ വിവിധ പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്നു. കാണാതെ പഠിക്കുന്ന കാര്യങ്ങളാണ്. പണ്ട് കോഡോടുകൂടി പഠിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. വടക്ക് പട്ഗോയിബം, വടക്ക് പട്ഗോയിബം, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് ഇവ മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകളും എന്നറിയപ്പെടുന്നു. എന്താണ്? വടക്ക് പട്കോയിവം, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. ജുമിങ് കൃഷി ചെയ്തു വരുന്ന ധാരാളം ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന ചെറു കുന്നുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ജുമിങ് എന്ന്, അതേ കൃഷി ചെയ്യുന്ന ഒരുപാട് ഗോത്രവർഗ്ഗക്കാർ ഈ ചെറു കുന്നുകളിൽ അധിവസിക്കുന്നുണ്ട്. മിക്ക മലനിരകളെയും അനേകം ചെറുനദികൾ വേർതിരിക്കുന്നു. മണിപ്പൂരിനെയും മിസോറാമിനെയും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബറാക്ക് നദി അല്ലെങ്കിൽ ബരാക്ക് എന്നാണ് ഇവിടെ കൊടുത്തിരുന്നത്. ബറാക്ക് എന്ന് ഓർത്തു വയ്ക്കുക. ബറാക്ക് നദി എന്ന് പറയുന്നത് മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട ഒരു നദിയാണ്. എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്ടക് തടാകം. എവിടെയാണ് ലോക്ടക് തടാകം? എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. മണിപ്പൂരിലാണ് ലോക്ടക് തടാകം എന്ന് ഓർത്തു വെച്ചേക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ലോക്ടക് തടാകം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലോക്ടക് തടാകം മണിപ്പൂരിന്റെ ഭൂപ്രകൃതിയെ വ്യത്യസ്തമാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, ലോക്ടക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. അപ്പോൾ ഒഴുകുന്ന നദി മണിപ്പൂരാണ്. അതുപോലെ മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബറാക്ക് നദി. ആ രണ്ട് ക്വസ്റ്റ്യൻസ് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കാം.
മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട. അപ്പൊ മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മിസോറാം. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന സ്ഥലം മിസോറാമാണ്. നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. എല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ്. നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. എന്നാൽ മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മേഘ്നയുടെ പോഷക നദിയായ ബറാക് നദിയുടെ പോഷക നദി. അപ്പൊ മേഘ്ന ആരുടെ പോഷക നദിയാണ്? ഗംഗാ നദിയുടെ പോഷക നദിയാണ് മേഘ്ന എന്ന് പറയുന്നത്. അപ്പം മിസോറാമിലും മണിപ്പൂരിലും 2 നദികൾ മേഘ്നയുടെ പോഷക നദിയായ ബറാക് നദിയുടെ പോഷക നദിയാണ്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? മേഘ്ന നദിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ? ഈ ഗംഗാ നദിയുടെ പോഷക നദിയാണെന്ന്. അപ്പൊ ഗംഗാ നദിയുടെ പോഷക നദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് പറയാം. അപ്പൊ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്, മേഘ്ന നദിയിൽ കൂടിച്ചേരുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്പർ 1 ഗംഗാ നദി, ഏറ്റവും വലിയ നദി ഗംഗാ നദി. ഗംഗാ നദിയുടെ പോഷക നദിയായ യമുന നദി, അതിന്റെ കൂടെ തന്നെ ബറാക് എന്ന് പറയുന്ന നദിയും കൂടെ കൂടിച്ചേരുന്നതാണ് മേഘ്ന എന്ന് പറയുന്ന നദി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മേഘ്ന ആരൊക്കെ കൂടിച്ചേരുന്നതാണ്? ബറാക്ക്, ഗംഗ, യമുന എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് മേഘ്ന എന്ന് പറയുന്ന നദി. അപ്പൊ മേഘ്നയുടെ പോഷക നദിയാണ് ബറാക്ക് നദി. അങ്ങനെ ഓർത്തു വെച്ചാലും മതി. ഇനി ബാക്കി നോക്കോളൂ. മണിപ്പൂരിന്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്ദ്വിൻ നദിയുടെ പോഷക നദി. അപ്പൊ ചിന്ദ്വിൻ നദി ആരുടെ പോഷക നദി? ആരുടെയാണ്? ഐരാവതി നദിയുടെ പോഷക നദിയാണ് ചിന്ദ്വിൻ. അതെവിടെയാണ്? അത് മ്യാൻമറിലാണ് ഐരാവതി നദി. അതിന്റെ പോഷക നദിയാണ് ചിന്ദ്വിൻ നദിയുടെ പോഷക നദികളാണ് എന്ത്? മണിപ്പൂരിന്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ. മനസ്സിലാവുന്നുണ്ടോ? ഐരാവതി എവിടെ ഒഴുകുന്നു? മ്യാൻമറിൽ ഒഴുകുന്നു. അതിന്റെ പോഷക നദിയാണ് ചിന്ദ്വിൻ. അതുകൂടെ നോക്കി വെച്ചേക്കാം. അപ്പൊ ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ ക്വസ്റ്റ്യൻസും ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഭൂപ്രകൃതി വടക്കൻ സമതലങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ അങ്ങ് കഴിഞ്ഞു അല്ലെ? ഹിമാലയത്തിന്റെ ആ ഒരു പോർഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കിടക്കുന്ന ഭാഗമാണ് വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് വടക്കൻ സമതലങ്ങൾ? നോക്കിക്കോളൂ. എന്താണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. പടം ഉണ്ടോ നോക്കട്ടെ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യയുടെ ഭൂപടം നോക്കിയാലേ ശരിയാവത്തുള്ളത്. ഇന്ത്യയുടെ ഭൂപടം നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒഴുകുന്ന പ്രദേശങ്ങളാണ് ഈ ഒരു പ്രദേശങ്ങൾ അല്ലെ? അപ്പൊ ഈ പ്രദേശങ്ങളെല്ലാം കൂടെ വലിച്ചു കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളെല്ലാം കൂടെ കെട്ടിക്കിടന്ന് എന്തായിട്ട് മാറി? അവിടെ ഒരു പ്രതലമായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു നേരെയുള്ള ഒരു പ്ലെയിൻസ് ആയിട്ട് രൂപപ്പെട്ടു. അതാണ് വടക്കൻ സമതലങ്ങൾ എന്നറിയപ്പെടുന്നത്. നോക്കിക്കോളൂ. കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. സമതലത്തിന്റെ ശരാശരി വീതി 180 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. നോക്കി വെക്കുക. കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെയുള്ള ആ ഒരു ദൂരം 3200 കിലോമീറ്റർ ആണെങ്കിൽ ശരാശരി വീതി എത്രയാണ്? 180 മുതൽ 300 കിലോമീറ്റർ വരെയാണ് വടക്കൻ സമതലത്തിന്റെ വീതി. എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. വടക്കു നിന്നും തെക്കോട്ട് ഇവയെ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളായി തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 മേഖലകളായി വടക്കു നിന്നും തെക്കോട്ട് തിരിക്കുന്നത് വടക്കൻ സമതലത്തിനെയാണ്. എക്കൽ സമതലം വീണ്ടും ഖാദർ, ഭംഗർ എന്നിങ്ങനെ തിരിക്കുന്നു. തെറ്റിക്കരുത്. ഖാദറും ഭംഗറും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ പറയാം. നമ്മുടെ വടക്കൻ സമതലത്തിനെ പ്രധാനമായിട്ടും വടക്ക് നിന്ന് തെക്കോട്ട് വരുന്ന രീതിയിൽ ബാബർ, ടെറായ്, എക്കൽ സമതലം എന്ന് തിരിക്കും. ഇനി എക്കൽ സമതലത്തിനെ 2ആയിട്ട് തിരിക്കാം. ഖാദറും ഭംഗറും. മനസ്സിലായല്ലോ? സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. അപ്പൊ സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി എവിടെയാണോ ചരിവ് അവസാനിക്കുന്നത് അവിടെ നിന്ന് ഒരു 8-10 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഒരു ഭൂഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്, വടക്ക് ഭാഗം. ഇതിന്റെ ഫലമായി പർവ്വത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ കല്ലുകളും പാറകളും ഈ മേഖലകളിൽ നിക്ഷേപിക്കുകയും നദികൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അപ്പൊ ചരിവ് അവസാനിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പിന്നെ കൊണ്ടുവരുന്ന ആ ഒരു വെള്ളം കൊണ്ടുവരുന്ന പാറകളും കല്ലുകളും എല്ലാം അവിടോട്ട് അങ്ങ് നിക്ഷേപിക്കും.
അതുപോലെ തന്നെ ഒരു ചരിവ് നിൽക്കുമ്പോഴത്തേക്ക് നദികൾ അവിടെ അങ്ങ് ഒഴുക്കങ്ങ് നിർത്തും. ഈ പാറകളും കല്ലുകളും എല്ലാം കൂടെ ചേരുന്നതുകൊണ്ട് ഈ ഭാബർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നദികൾ ഒഴുക്ക് നിർത്തുകയും അവിടെ കല്ലൊക്കെ കിടക്കുകയും ചെയ്യും. ബാബറിന് തെക്കായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ ടെറായ് മേഖല കാണപ്പെടുന്നു. അപ്പോൾ ബാബർ ഇവിടെയാണെങ്കിൽ അവിടെ നിന്നും കുറച്ച് തെക്കോട്ട് വരുന്ന സമയത്ത് അവിടെ കാണപ്പെടുന്നത് ടെറായ് മേഖലയാണ്. മിക്ക അരുവികളും നദികളും കൃത്യമായി അതിരിട്ട ചാലുകളില്ലാതെ പുനർജനിക്കുന്നതിനാൽ ഇവിടെ ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലകൾ രൂപപ്പെടുന്നു. അപ്പോൾ ടെറായ് എന്ന് പറയുന്നത് ചതുപ്പ് നിലങ്ങളാണ്. ഇവിടെ ആ ഒരു ബാബറിൽ അപ്രത്യക്ഷമായ നദികളെല്ലാം ചാലൊന്നുമില്ലാതെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കും. വലിയ ഒഴുക്കില്ല, ചെറിയ രീതിയിൽ ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇതൊരു ചതുപ്പ് നിലമാണ്. ഈ പ്രദേശത്ത് സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ 2 കാര്യം പറഞ്ഞു. ഒന്ന് ബാബർ പറഞ്ഞു, 2 ടെറായ് പ്രദേശം അഥവാ ചതുപ്പ് നിലം പറഞ്ഞു. ഇനി ബാക്കി നോക്കാം. ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റാണ്. ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ മണ്ണുണ്ടല്ലോ, അതിൻ്റെ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ് ഇവ. യഥാക്രമം ഭങ്കർ എന്നും ഖാദർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പഴയതും പുതിയതുമാണ്. പഴയത് ഭങ്കർ, പുതിയത് ഖാദർ എന്നും അറിയപ്പെടുന്ന എക്കൽ നിക്ഷേപങ്ങൾ അവിടെയുണ്ട്. നീരൊഴുക്ക് ഭൂരൂപീകരണങ്ങളിലെ പക്വതയാർന്ന ഘട്ടങ്ങളിൽ രൂപം കൊള്ളുന്ന അപരതന നിക്ഷേപ ഭൂരൂപങ്ങളായ മണൽ വരമ്പ്, വക്രനിലയം, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ ഈ സമതലങ്ങളുടെ സവിശേഷതയാണ്. എന്തൊക്കെ കാണപ്പെടുന്നു? മണൽ വരമ്പുണ്ട് അവിടെ, അതുപോലെ വക്രവലയങ്ങൾ, മിയാൻഡേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഇങ്ങനെ പോകുന്ന മിയാൻഡേഴ്സ് ഉണ്ട്, ഓക്സ്ബോ തടാകങ്ങൾ, പിണഞ്ഞൊഴുകുന്ന ചാലുകളൊക്കെ ഇവിടെ കാണപ്പെടാറുണ്ട്. ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും അടിക്കടിയുള്ള വെള്ളപ്പൊക്കത്തിനും നദികളുടെ ഗതി മാറിയുള്ള ഒഴുക്കിനും വിധേയമായിക്കൊണ്ടിരിക്കുകയും പിണഞ്ഞൊഴുകുന്ന നദികൾ രൂപപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. ഇവയിൽ നദികളുടെ നദീമുഖങ്ങളിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ നദീമുഖങ്ങൾ എന്ന് പറയുന്നത് അറിയാമല്ലോ. ആ നദീമുഖങ്ങളിൽ ഏറ്റവും വലിയ ഡെൽറ്റകൾ, ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ നദി ഒഴുകി 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 ഇതെല്ലാം കൂടെ നിക്ഷേപങ്ങളെല്ലാം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഉദാഹരണമായി പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ സമുദ്രനിരപ്പിൽ നിന്നും 50 മുതൽ 180 വരെ മീറ്റർ ഉയരമുള്ള ഏറെക്കുറെ നിരപ്പായ സമതലമാണിത്. ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളിൽ സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായി നിലകൊള്ളുന്നു. അപ്പം എന്താണ്? ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളിൽ സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾ ഇടയിൽ ഒരു ജലവിഭാഗമായി നിൽക്കുന്ന ആളാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം ഡെൽറ്റ രൂപീകരിക്കുന്നത് ആരാണെന്ന് പഠിച്ചു അല്ലേ? നദികൾ ഒഴുകി വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ നിക്ഷേപങ്ങൾ ഇട്ട് കഴിയുമ്പം അവിടെ ലോകത്തിലെ തന്നെ വലിയ ഡെൽറ്റകൾ, അതായത് സുന്ദർബൻ പോലെയുള്ള വലിയ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ബ്രഹ്മപുത്ര നദി ദുബ്രിയിൽ വെച്ച് ഏകദേശം 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുമ്പായി വടക്കു കിഴക്ക് നിന്നും തെക്കു പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണത്. ബ്രഹ്മപുത്ര നദി ദൂബ്രിയിൽ വെച്ച് 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് എവിടോട്ട് കടക്കും? ബംഗ്ലാദേശിലേക്ക് കടക്കും ആണല്ലോ. 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുൻപായി വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകുന്നു. ഈ നദീ തീരസമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, കരിമ്പ്, ചണം മുതലായ വ്യത്യസ്ത വിളകൾക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണുള്ളതിനാൽ ഈ പ്രദേശത്ത് വലിയ ജനസംഖ്യ ആശ്രയം. ഇത് ഞാൻ പറഞ്ഞു, ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായ മണ്ണുള്ളത് കൊണ്ട് തന്നെ വൻതോതിൽ കൃഷി ചെയ്തിരുന്നു, തോതിൽ ആൾക്കാർ താമസിച്ചിരുന്ന മഗധ പോലെയുള്ള രാജ്യങ്ങളെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റി ഉപദ്വീപീയ പീഠഭൂമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നദീസമതലങ്ങളിൽ നിന്നും എത്രത്തോളം ദൂരമുണ്ട്? 150 മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ആകൃതി? ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂഭാഗമാണ് ഇത്. വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര അഥവാ ആരവല്ലി മുതൽ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിരകൾ, തെക്ക് ഏലമലകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ എന്ന് പറയുന്നത്. ഷില്ലോങ്, കർബി ആങ്ലോങ് പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്കു കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്നു. അപ്പം ഷില്ലോങ്ങും കർബി ആങ്ലോങ് പീഠഭൂമി എല്ലാം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ്. ഹസാരിബാഗ് പീഠഭൂമി
പലാമു പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, മാൾവ പീഠഭൂമി, മാൾവ പ്ലേറ്റ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിവയുടെ തട്ടുതട്ടുകളായുള്ള പീഠഭൂമിയുടെ നിരകൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിനകത്ത് അടങ്ങിയിട്ടുള്ള പീഠഭൂമികൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും ഷില്ലോങ് കർബി അനലോഗ് പീഠഭൂമി, ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാഞ്ചി, മാൾവ, കോയമ്പത്തൂർ, കർണാടക, ഇതെല്ലാം തട്ടുതട്ടുകളായിട്ടുള്ള പീഠഭൂമികളുടെ നിരകളാണ്. ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായി ആയതുമായ ഭൂഭാഗമാണ്. അപ്പോൾ ഏറ്റവും പഴക്കമേറിയതും സ്ഥായി മീൻസ് പെർമനന്റ് ആണ്, നല്ല കട്ടിയുള്ള പ്രദേശമാണ്. ഇതിനൊരിക്കലും ഒരു അനക്കമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്, പെർമനന്റ് അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറയുന്നു. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പീഠഭൂമിയുടെ ആ ഒരു ഇത് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പീഠഭൂമിയുടെ, ഇതാണ് പീഠഭൂമി എന്ന് പറയുന്നത്, ഇത്രയും ഏരിയയാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകും തോറും ഉയരം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനും കൂടെ ഒന്ന് ഓർത്തു പോകുക. നദികളുടെ നീരൊഴുക്ക് മാതൃകയിൽ നിന്നും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നമുക്ക് മിക്കവർക്കും അറിയാവുന്നതാണ്. നദി പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ കാണപ്പെടുന്നതും എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ കാണപ്പെടുന്നതുമായ ഭൂരൂപങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. ഈ ഭൂപ്രകൃതി ഭാഗത്ത് കാണപ്പെടുന്ന ചില പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ, ടോർസ്, ഖണ്ഡപർവ്വതങ്ങൾ, ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയും. ഇങ്ങനെ ബ്ലോക്ക് പോലെ കാണപ്പെടുന്നതാണ് ബ്ലോക്ക് മൗണ്ടൻസ്. അതുപോലെ ഭ്രംശ താഴ്വരകൾ, റിഫ്റ്റ് വാലി, ഇങ്ങനെ പോകുന്ന റിഫ്റ്റ് വാലീസ്, ചെങ്കുത്തായ പ്രദേശങ്ങൾ, നല്ല താഴ്ചയിലുള്ള പ്രദേശങ്ങൾ, മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാഡ്സൈഡ് ഡെക്കുകൾ എന്നിവ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതകളാണ്. പീഠഭൂമിയുടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. പീഠഭൂമിയുടെ എവിടെയാണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗം. വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ അങ്ങ് മധ്യപ്രദേശ് ആ ഒരു ഭാഗം പോകും. അവിടെ കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഇടവിട്ടുള്ള ഉത്ഥാനത്തിലും താഴ്ചയിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭൂവൽക്ക ചലനത്തിനും ഭ്രംശനത്തിനും ഉപദ്വീപീയ പീഠഭൂമി വിധേയമായിട്ടുണ്ട്. അപ്പം ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുള്ള പ്രദേശങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇത്തരം സ്ഥാനീയ വ്യതിയാനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂപ്രകൃതിയിൽ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചത്. പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിഷ്ഫല ഭൂമിയും ഗിരികന്ധരങ്ങളും അടങ്ങുന്ന സങ്കീർണമായ ഭൂപ്രകൃതിയാണുള്ളത്. ചമ്പൽ, സിന്ധ്, മൊറീന നദികളുടെ നിഷ്ഫല ഭൂമികൾ ഇതിനുദാഹരണമായിട്ട് പറയാം. അപ്പൊ ചമ്പല്, ഹിന്ദ്, മൊറീന നദികളുടെ നിഷ്ഫല ഭൂമി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് മണ്ണൊക്കെ കുറച്ച് എന്താണ് വരൾച്ചയോട് കൂടിയ മണ്ണാണ്. എവിടെത്തെ കാര്യ? വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് നമ്മുടെ രാജസ്ഥാൻ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ഗുജറാത്തിന്റെ ആ ഒരു ഭാഗം, ആ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അതാണ്. ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഡെക്കാൻ പീഠഭൂമി, രണ്ട് മധ്യ ഉന്നത തടം, മൂന്ന് വടക്ക് കിഴക്കൻ പീഠഭൂമി. ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയിട്ടാണ്. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്കൽ മലനിരകളും മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു. അപ്പോൾ പടിഞ്ഞാറ് പശ്ചിമഘട്ടം ഇങ്ങനെ കിടക്കുന്ന ഭാഗമാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടം, അതുപോലെ സത്പുര മൈക്കൽ നിരകൾ, ഇവിടെയായിട്ട് സത്പുര മൈക്കൽ നിരകളും അതുപോലെ മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി, കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ, കേരളത്തിൽ ആനമല കുന്നുകൾ, ഏലമല കുന്നുകൾ എന്നിങ്ങനെ പശ്ചിമഘട്ട നിരകൾ പല പേരുകളിൽ അറിയപ്പെടുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പശ്ചിമഘട്ടത്തിന് ഓരോ സംസ്ഥാനങ്ങളിലും പറയുന്ന പേരുകൾ ചോദിക്കാറുണ്ട്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെക്കാൾ താരതമ്യേന ഉയര കൂടുതലുള്ളവയും തുടർച്ചയുള്ളവയുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെക്കാളും താരതമ്യേന ഉയരക്കൂടുതലും തുടർച്ചയുമുണ്ട്. വടക്കു നിന്നും തെക്കോട്ട് ഉയരം വർദ്ധിച്ചു വരുന്നു. ഈ നിരകളുടെ ശരാശരി ഉയരം 150 മീറ്റർ ആണ്. ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി. 2695 മീറ്ററുള്ള ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ തന്നെ ഉയരം കൂടിയ കൊടുമുടി. നീലഗിരി കുന്നുകളുടെ ദൊഡാബെട്ട 2637 മീറ്റർ ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയാണ്. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് നോക്കുക.
മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരദനത്തിന് വിധേയമായി തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടങ്ങൾ. അപ്പം ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി എല്ലാം വലിയ തോതിൽ അപരദനത്തിന് വിധേയമായി കൊണ്ടുവന്ന് ഈ ഡെൽറ്റ നിക്ഷേപിച്ച് കുന്നുകൾ, അതായത് ഉയരം കുറഞ്ഞ കുറച്ച് കുന്നുകൾ ഉണ്ടായി. അതാണ് പൂർവ്വഘട്ടങ്ങൾ. അവർക്ക് തുടർച്ചയില്ല. ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ അങ്ങ് മുറിഞ്ഞു പോകും കുന്നുകൾ. അങ്ങനെ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ് ജാവടി കുന്നുകൾ, പാൽക്കൊണ്ട നിരകൾ, നല്ലമല, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സന്ധിക്കുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരുമിച്ച് ചേരുന്ന സ്ഥലം നീലഗിരി കുന്നാണ്. അതുപോലെ പൂർവ്വഘട്ടത്തിൽ പ്രധാനപ്പെട്ട കുന്നുകൾ ഏതൊക്കെയാണ്? മലനിരകൾ. അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ ഏതാണ്? ജാവടി, പാൽക്കൊണ്ട, നല്ലമല, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവ. അപ്പം ഈ ഒരു സെക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റ്സും നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. സെക്കൻഡ്, ഡെക്കാൻ പീഠഭൂമി കഴിഞ്ഞാൽ മധ്യ ഉന്നത തടം എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതം അതിർത്തിയായുള്ള ഭൂവിഭാഗമാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 600-900 മീറ്റർ വരെ ഉയരമുള്ള നിരയായ ചെങ്കുത്തായ ചെരുവുകളോടുകൂടിയ പീഠഭൂമികളാൽ രൂപം കൊണ്ടിട്ടുള്ള സത്പുര പർവ്വത നിരയാണ് മധ്യ ഉന്നത തടത്തിന്റെ തെക്കേ അതിർത്തി. അപ്പോൾ പടിഞ്ഞാറ് ആരവല്ലി പർവ്വതം, തെക്കേ അതിർത്തിയിൽ ആരാണുള്ളത്? സത്പുര പർവ്വത നിര. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണിത്. വൻതോതിൽ അപരദനത്തിന് വിധേയമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് മധ്യ ഉന്നത തടം എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സാൽമീർ വരെ കാണാനായിട്ട് സാധിക്കും. ഇത് നീളമേറിയ മൺകൂനകളും ബൽക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കൂനകളും നിറഞ്ഞ പ്രദേശമാണ്. അപ്പൊ ജയ്സാൽമർ വരെയാണ് എന്ത് കിടക്കുന്നത്? പീഠഭൂമിയുടെ കിടപ്പ് എന്ന് ആലോചിക്കുക. ഈ പ്രദേശങ്ങളിൽ മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകളുടെ സാന്നിധ്യത്തിൽ നിന്നും ഈ ഭൂവിഭാഗം ഇതിന്റെ ചരിത്ര കാലഘട്ടത്തിൽ കായാന്തരിത പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാം. അപ്പം മാർബിള്, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകൾ കാണപ്പെടുന്ന പ്രദേശമാണ് എവിടെ? മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ പാർട്ടായിട്ട് വരുന്നു? ഉപദ്വീപീയ പീഠഭൂമിയുടെ പാർട്ടായിട്ട് വരുന്നു. മധ്യ ഉന്നത തടങ്ങളുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ്. ചരിവ് പൊതുവെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിന്ധ്യാ പർവ്വതനിരയിൽ നിന്നും കൈമൂർ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. ഈ വിന്ധ്യാ പർവ്വതനിര എവിടെയാണ്, കൈമൂർ എവിടെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മാപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ പഠിക്കാം. ഇപ്പൊ അങ്ങ് വായിച്ചു പോവാണ്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനാസ് ആരവല്ലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പ്രധാനമാണ്. ചമ്പൽ നദിയുടെ പോഷക നദിയാണ് ബനാസ്. അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ആരവല്ലി പർവ്വതത്തിൽ നിന്നും. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. ഇവയുടെ തെക്ക് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ധാതു വിഭവങ്ങളുടെ വലിയ കരുതൽ ശേഖരമാണ് ഉള്ളത്. അപ്പോൾ വേണ്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇൻഡെപ്തായിട്ട് പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. എടുത്തെടുത്ത് പറയുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് സെക്ഷൻ എന്താണ്? വടക്കു കിഴക്കൻ പീഠഭൂമി. വടക്ക് കിഴക്കൻ പീഠഭൂമി ഇത് പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ്. ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനത്തിന്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠങ്ങൾക്കും ഇടയിൽ വിശാലമായ ഒരു ഭ്രംശ മേഖല രൂപപ്പെട്ടു. നമ്മൾ പറഞ്ഞു ഹിമാലയം ഇപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഭ്രംശ മേഖല എവിടെ രൂപപ്പെട്ടു? പീഠഭൂമികൾക്കിടയിൽ രൂപപ്പെടുകയും പിന്നീട് ഈ അഗാധ മേഖല അനേകം നദികളുടെ നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായി നിരത്തപ്പെടുകയും ചെയ്തു. മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും ഇന്ന് പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വേർപെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരുകളുടെ അടിസ്ഥാനമാക്കി ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്ത്യ കുന്നുകൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് മേഘാലയ പീഠഭൂമിയെ തിരിക്കാം. ഇത് റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മേഘാലയ പീഠഭൂമിയെ 3 ആയിട്ട് തരംതിരിക്കുന്നു. പ്രധാനമായിട്ടും അവർക്ക് ഗോത്ര വിഭാഗങ്ങളുടെ പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഖാസി, ഖാരോ, ജയന്ത്യ, പട്കോയിവം എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ കോഡ് വെച്ച് പഠിക്കുമായിരുന്നു, പൂർവ്വഘട്ടത്തിലെ കുന്നുകളുടെ പേര് അല്ലേ. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട മേഘാലയ പീഠഭൂമിയുടെ കുന്നുകളാണ് ഖാരോ, ഖാസി, ജയന്ത്യ. ഇതെല്ലാം ആരുടെ പേരാണ്? ഗോത്ര വിഭാഗങ്ങളുടെ പേരാണ്. അസമിലെ ഖർബി ആംഗ്ലോങ് കുന്നുകൾ, അസമിലാണ് ഖർബി ആംഗ്ലോങ് കുന്ന് കേട്ടോ. ഇതിന്റെ തുടർച്ച കാണപ്പെടുന്നതിനാൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പോലെ തന്നെ മേഘാലയ പീഠഭൂമിയും കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പ്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്.
അപ്പം ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും എന്തുണ്ട്? കൽക്കരി, ഇരുമ്പര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളുണ്ട്. അതുപോലെ തന്നെ മേഘാലയ പീഠഭൂമിയിലും ഇതെല്ലാം ഉണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതിയാണ് ദൃശ്യമാകുന്നത്. ചിറാപൂഞ്ചിയിൽ സസ്യാവരണങ്ങൾ ഒന്നുമില്ലാത്ത അനാവൃതമായ പാറകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം, ജൂണിലെ കാലഘട്ടത്തിന്റെ കാര്യമാണല്ലോ, അത് മേഘാലയയിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ്, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ മേഘാലയത്തിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചിറാപൂഞ്ചിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അവിടെ എന്താണ്? അനാവൃതമായ സസ്യാവരണങ്ങൾ ഒന്നുമില്ലാതെ വെറുതെ കിടക്കുന്ന പാറകൾ ഒരുപാട് അവിടെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യൻ മരുഭൂമി പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, തീരസമതലം, ദ്വീപുകൾ, അവസാനത്തെ സെക്ഷൻ നമുക്ക് ഇച്ചിരി കൂടെ പഠിക്കാനേ ഉള്ളൂ. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് അത് ബോറായിട്ട് തീരും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഉടൻ തന്നെ ഞാൻ ഇന്ന് നാളെ ആയിട്ട്, അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അങ്ങ് തീർത്തതിന് ശേഷം നമുക്ക് നദി പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.